بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 20-ാം അധ്യായം ഹിസ്ബുൽ അസ്വാജി ത്വാഹിറാത്ത്, തിരു പത്നികളെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനമായി പറഞ്ഞു വെച്ചത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ, അവരെ സംബന്ധിച്ച ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ശേഷം തിരുനബിയുടെ ഭാര്യയായി ഉമ്മുൽ മുഅ്മിനീനായി വരുന്നത് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. അവരെ സംബന്ധിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഫസൈനബു ബിൻതു ജഹ്ഷിനിൽ ബഹിയത്തുൽ ഹസാൻ, ഇത് വലിയൊരു സംഭവമാണ്. സൂറത്തുൽ അഹ്സാബിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറെ സൂക്തങ്ങൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. സൈനബ് ബിൻത്ത് ജഹ്ഷ് എന്ന് പറയുന്ന മഹദി, അവര് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഖുറൈശി കുടുംബത്തിൽപ്പെട്ട മുത്തനബിയുടെ അമ്മായിയുടെ മകളാണ്. അതായത് ഉമൈമ ബിൻത്ത് അബ്ദുൽ മുത്തലിബ്, മുത്തനബിയുടെ ഉപ്പയുടെ പെങ്ങളാണ് ഉമൈമ. ആ ഉമൈമ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകളാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തന്നെ എപ്പോഴും വന്നു പോകുന്ന, ചെറുപ്പം മുതലേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാറുള്ള ഒരു സഹോദരിയാണ്, ഒരു പെണ്ണാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു. അവർക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ, വിവാഹ സമയമായപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് വിവാഹം ആലോചന നടത്തിയത്. പറയാൻ പോകുന്നതിന് മുമ്പായിട്ട്, വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറയാം. എന്നാൽ മാത്രമേ താഴെ പറയാൻ പോകുന്ന വിഷയങ്ങളും ആയത്തുകളും അതിൻ്റെ ബന്ധങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം വിമർശകര്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൂടുതൽ ഇസ്ലാമിൻ്റെ പ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ ആയുധമായി അടുത്ത കാലത്ത് ഉപയോഗിച്ച ഒരു സംഭവമാണ്. അടുത്ത കാലത്ത് എന്ന് പറയാൻ കാരണം, പഴയ കാലങ്ങളിൽ തിരുനബിയുടെ ജീവിതകാലത്തോ അതിന് തൊട്ടടുത്തുള്ള കാലങ്ങളിലോ ഒന്നും ആരും ഈ ഒരു വിഷയം തിരുനബിക്കെതിരിൽ, തിരുനബിയെ ഇകഴ്ത്താനുള്ള ഒരു വഴിയായി ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രം കച്ചക്കെട്ടി ഇറങ്ങിയ ചില വിമർശകർ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ സംഭവം അത് തിരുനബിക്ക് എതിരിൽ ഉദ്ധരിക്കുകയും സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ സൂക്തങ്ങൾ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്ന സൂക്തങ്ങളാണ് എന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാം ഭീമാബദ്ധങ്ങളാണെന്നാണ് മൗലിദുൽ ഹുസ്നൈനിയിൽ വിവരിക്കാൻ പോകും. വാസ്തവത്തിൽ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടിയാണ് സയ്യിദ് ഇബ്നു ഹാരിസത റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസത റളിയല്ലാഹു അൻഹുമ, അവര് ഉപ്പയും സയ്യിദും ഹാരിസത്തും രണ്ടുപേരും സ്വഹാബികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹ ദിവസം സ്ത്രീധനമായി നൽകിയ സ്വത്താണ് സയ്യിദ് ഇബ്നു ഹാരിസത്ത്. സയ്യിദ് റളിയല്ലാഹു അൻഹു 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം നടക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബിക്ക് സ്ത്രീധനമായി നൽകിയതാണ് സയ്യിദ് ഇബ്നു ഹാരിസ. അങ്ങനെ സയ്യിദ് ഇബ്നു ഹാരിസയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാക്കി വെച്ചില്ല. മുത്തുനബി ചെറുപ്പത്തിൽ തന്നെ മുത്തുനബിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ
മുത്തുനബി അടിമത്വം മോചിപ്പിക്കുകയും വീട്ടിലെ സ്വന്തം മോനെ പോലെ വളർത്തി, ദത്തുപുത്രനായി വളർത്തി. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എത്തിച്ച സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ അടിമത്വം മോചിപ്പിച്ച സമയത്ത് കുടുംബങ്ങൾ വീട്ടിലേക്ക് വന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അടിമത്വം മോചിപ്പിച്ചല്ലോ, സ്വതന്ത്രനായല്ലോ, ഇനി അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് നിൻ്റെ ഉപ്പയാണ് വന്നത്, ഹാരിസയുടെ കൂടെ ഉപ്പയുടെ കൂടെ പോകണോ അതോ നിനക്ക് ഇവിടെ നിൽക്കണം, നിൻ്റെ ഇഷ്ടം. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ഉപ്പ ഇവിടെയാണ്, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ വീട്ടിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു താമസിക്കുകയും മുത്തുനബിയുടെ ദത്തുപുത്രനായി വളർത്തുപുത്രനായി വരികയും ചെയ്യുന്നു. ഈ സയ്യിദ് ഇബ്നു ഹാരിസ മുത്തുനബിയുടെ അടുത്ത ഫാമിലിയിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മകളുമാണ്, വലിയ കുലീനയാണ്, മാത്രമല്ല വലിയ സുന്ദരിയുമാണ്. സയ്യിദ് ഇബ്നു ഹാരിസ രണ്ടുകൊണ്ടും, കുലീനത കൊണ്ടും സൗന്ദര്യം കൊണ്ടും അല്പം കുറവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം സൈനബയെ ദത്തുപുത്രനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി സൈനബിൻ്റെ കുടുംബത്തെ വിളിച്ച്, സൈനബിനെയും കുടുംബത്തെയും വിളിച്ച് വിവാഹാലോചന നടത്തി. അന്നേരം സൈനബ് റളിയല്ലാഹു അൻഹ വിസമ്മതിച്ചു, തൃപ്തിപ്പെട്ടില്ല. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ഞാൻ ആരാണ്? ഞാൻ അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്, അങ്ങയുടെ അമ്മായിയുടെ മകളാണ് ഞാൻ. എന്നെ നിങ്ങൾ മുമ്പ് അടിമയായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിസിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണോ എന്ന് ചോദിക്കുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനും അതേ അഭിപ്രായമായിരുന്നു. അന്നേരം മുത്തുനബി ഒരു കാര്യം അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവർ നീങ്ങി മുത്തുനബിയുടെ അഭിപ്രായത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുഅ്മിനോട്, വിശ്വാസിയോട് ചോദിച്ചതല്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അവരെ ആ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ ഒരായത്ത് ഇറക്കി. എന്താണ് ആയത്ത്? വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു തആല പറയാണ്, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ഒരിക്കലും അവരോട് ചോദിച്ചതല്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ, തീരുമാനമെടുത്താൽ പിന്നെ അവർക്കതിൽ ഇഷ്ടാനുസരണം ഉണ്ടാവുക, അതിന് എതിരിൽ ഒരു എടുക്കുന്ന അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിച്ചതല്ല, അത് നടക്കുന്ന കാര്യമല്ല എന്ന ആയത്ത്. അത് വിശ്വാസിയോട് യോജിച്ചതല്ല. അന്നേരം അവർ ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയും കുടുംബവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സയ്യിദ് ഇബ്നു ഹാരിസക്ക് വിവാഹിതയാവാൻ തീരുമാനിച്ചു. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം നടന്നു. സയ്യിദ് ഇബ്നു ഹാരിസക്ക് കെട്ടിച്ചു കൊടുത്തു. സൈനബ് റളിയല്ലാഹു അൻഹ വലിയ സുമുഖിയാണ്. അതാണ് മൗലൂദുൽ ഹുസ്നൈനി പറഞ്ഞത് അൽ ബഹിയ്യത്തു, സുമുഖിയാണ് എന്ന് പറഞ്ഞത്. അൽ ഹസാൻ എന്നും പറയുന്നുണ്ട്. ഹസാൻ എന്ന് പറഞ്ഞാൽ ചാരിത്ര ശുദ്ധിയുള്ള, വിശുദ്ധയാണ്. എന്താ വിശുദ്ധ എന്ന് പറഞ്ഞാൽ? കാരണം അത് പ്രാസത്തിന് വേണ്ടി പറഞ്ഞതല്ല. മൗലൂദുൽ ഹുസ്നൈനിയിൽ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതൊന്നും പ്രാസങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല. അതിലൊക്കെ വലിയ യുക്തികളുണ്ട്, രഹസ്യങ്ങളുണ്ട്. ഇവിടെ അത് പറയാൻ കാരണം സൈനബ് ബിൻത്ത് ജഹ്ഷ് അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ പ്രേമബന്ധമുണ്ടായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. അത് വലിയ അബദ്ധമാണ്, അത് ശുദ്ധ കളവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അൽ ഹസാൻ, വിശുദ്ധയായ, ചാരിത്ര ശുദ്ധിയുള്ള വിശുദ്ധയായ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു ഹാരിസക്ക് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം കെട്ടിച്ചു കൊടുക്കുന്നു. അതിൽ വലിയൊരു ഹിക്മത്ത്, സൈക്കോളജി അള്ളാഹു തആലക്കുണ്ട്. ആദ്യം സയ്യിദ് ഇബ്നു ഹാരിസക്ക് കെട്ടിച്ചു കൊടുത്തില്ല. എന്താണ്? അക്കാലത്ത് ഖുറൈശികളിലും
പൊതുവെ അറബികളിലും നിലനിൽക്കുന്ന ഒരു ദുരാചാരമാണ്. ഒരാൾ ദത്തുപുത്രനായി ഒരാളെ വളർത്തിയാൽ, ഒരു കുട്ടിയെ സ്വന്തം മക്കളെപ്പോലെ ദത്തുപുത്രനായി വളർത്തിയാൽ പിന്നെ ആ കുട്ടിയുമായി സാധാരണയുള്ള മക്കളെപ്പോലെ പരമ്പരബന്ധം ഉണ്ടാവുകയും അതുപോലെ ആ കുട്ടി വിവാഹം ചെയ്യുന്ന ഭാര്യ, ആ ഭാര്യ സ്വന്തം മകൻ്റെ ഭാര്യ പോലെ പിന്നെ വിവാഹം ചെയ്യൽ ഹറാമുമാണ് എന്നുള്ളൊരു ആചാരം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇത് രണ്ടും തെറ്റാണെന്ന് അള്ളാഹു താല പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു തീരുമാനമില്ല. ദത്തുപുത്രൻ ഒരിക്കലും സ്വന്തം പുത്രനാകില്ല. ഒരാൾ ഒരു കുട്ടിയെ വളർത്തിയാൽ ആ കുട്ടി പ്രായപൂർത്തിയാവുന്ന സമയത്ത് ആ വളർത്തിയ വ്യക്തിക്ക് മറ്റു മക്കളുണ്ട്, പെൺമക്കളുണ്ടെങ്കിൽ ആ പെൺമക്കളെ തൊടാനോ കാണാനോ പറ്റില്ല. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ അക്കാലത്തുണ്ടായിരുന്ന നിയമം അങ്ങനെയല്ല, സ്വന്തം മക്കളെ പോലെയാണ് എന്നായിരുന്നു. അതുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാഹു തആല പറഞ്ഞു അതങ്ങനെ വിളിക്കാൻ പാടില്ല. ഉദ്ഉഹും ലി ആബാഇഹിം, നിങ്ങൾ സ്വന്തം പിതാക്കളിലേക്ക് വിളിക്കുക. സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുണ്ട് ദത്തുപുത്രൻ ഒരിക്കലും യഥാർത്ഥ പുത്രനാകില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഇത് സംബന്ധമായി ആയത്ത് ഇറക്കിയിട്ടുണ്ട്. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും, മുഹമ്മദ് നബി നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും യഥാർത്ഥ ഉപ്പയല്ല. നിങ്ങളിൽ ഒരു പുരുഷനിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം നൽകിയിട്ടില്ല എന്ന്, ശാരീരികമായ ജന്മം നൽകിയിട്ടില്ല എന്ന് ആയത്തിറക്കി. അത് പറയാൻ കാരണം ഇതാണ്, പുരുഷൻ എന്നാ പറഞ്ഞത്. റിജാൽ, റിജാൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവർക്കാണ് പറയാം. മുത്തനബിക്ക് ആൺമക്കളില്ല എന്ന അർത്ഥത്തിനല്ല, പ്രായപൂർത്തിയായ ആൺമക്കൾ മുത്തനബിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിശ്വാസം ശരിയല്ല. ദത്തുപുത്രൻ യഥാർത്ഥ പുത്രനല്ല. ദത്തുപുത്രൻ്റെ ഭാര്യ സ്വന്തം പുത്രൻ്റെ ഭാര്യയെ പോലെയല്ല. അതുകൊണ്ട് തന്നെ ദത്തുപുത്രൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയതിന് ശേഷം ഉപ്പയ്ക്ക് തന്നെ ആ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാവുന്നതാണ്. അത് വൻ കുറ്റമല്ല, വന്തോഷമല്ല. വന്തോഷമല്ലാത്തതിനെ വന്തോഷമായി കാണുകയും വന്തോഷമായ പലതിനെയും സദാചാരമായി കാണുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ഏതാണ് സദാചാരം, ഏതാണ് ദുരാചാരം എന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് അക്കാലത്ത് ഒരാൾ സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യനെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മകളെ വിവാഹം ചെയ്തു എന്ന് പറയുന്ന അത്രയും ചീപ്പായി കാണുന്ന, ദുർവൃത്തിയായി കാണുന്ന അവസ്ഥ ആയതുകൊണ്ട് ആ ഒരു ദുരാചാരത്തെ നിർവീര്യമാക്കാൻ മുന്നോട്ട് ആരെങ്കിലും വരുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ അള്ളാഹു തആല ഈ ഒരു ദുരാചാരം നിർവീര്യമാക്കി അറബികൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ദത്തുപുത്രൻ ആദ്യം ഉണ്ടാക്കി വെച്ചു അള്ളാഹുവിൻ്റെ ഹബീബിന്, സയ്യിദ് ഇബ്നു ഹാരിസ. ആ ദത്തുപുത്രന് ഒരു സ്വന്തം കുടുംബത്തിൽപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് കൊടുത്തു. അള്ളാഹപ്പയെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഭാവിയിൽ സയ്യിദും സൈനബും മുന്നോട്ട് പോകൂല. രണ്ടിൻ്റെയും ആദ്യാക്ഷരം സാ ആണെങ്കിലും പക്ഷെ രണ്ടുപേരും ആ സാൻ്റെ യോജിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. സൈനബ് റളിയല്ലാഹു അൻഹയെ കുറിച്ച് സയ്യിദ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പരാതി വന്ന് പറയും നബി തങ്ങളോട്, നബിയെ സൈനബിനെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി. സൈനബ് അവളുടെ കുലീനത ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറഞ്ഞ് അവൾ എന്നേക്കാൾ എൻ്റെ മേലെ നിൽക്കാനേ ശ്രമിക്കുള്ളൂ, അവളുടെ നാവിന് വലിയ മൂർച്ചയുമാണ്, ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നില്ല, അവളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്ന് മുത്തുനബിയോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അപ്പോഴൊക്കെ നബി തങ്ങൾ ഉപദേശിച്ച് തിരിച്ചയക്കും. അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞിരുന്നു, സയ്യിദും സൈനബും കൂടുതൽ മുന്നോട്ട് പോകില്ല, സയ്യിദ് റളിയല്ലാഹു അൻഹു നിങ്ങളോട് ത്വലാഖ് ആവശ്യപ്പെട്ട് വരും, ഞാൻ ത്വലാഖ് ചൊല്ലട്ടെ എന്ന് ചോദിച്ചു വരും. അന്നേരം സയ്യിദിനോട് ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞ് സമ്മതം കൊടുത്ത് ത്വലാഖ് ചൊല്ലുന്ന സമയത്ത് ആ സൈനബ് നിങ്ങളുടെ ഭാര്യയാണ് എന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അന്ന് അറബികൾക്കിടയിൽ അത് ദുർവൃത്തിയായി വൃത്തിഹീനമായി കാണുന്നൊരു സാഹചര്യമായതുകൊണ്ട് മുത്തുനബി അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടെങ്കിലും പെട്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ മുത്തുനബിക്ക് ചെറിയ ഒരു വിഷമം. ചെയ്യൂല, അള്ളാഹു തആല പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന ഉറപ്പാണ്.
ഒരു സാവകാശം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെടുത്തു. എന്നിട്ട് സയ്യിദിനോട് പറഞ്ഞു, സയ്യിദ് റളിയല്ലാഹു അൻഹു ഞാൻ തൊലാക്കില്ല എന്ന് വന്ന് പറഞ്ഞപ്പോൾ സയ്യിദിനോട് പറഞ്ഞു, ഇത്തഖില്ലാ. നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം മുഖവുരിയായി ഇങ്ങനെ ചെറിയ നിലക്ക് പറയാൻ അനിവാര്യമാണ്. അംസിക്ക് അലൈക സൗജക്, ഭാര്യയെ അവിടെ തന്നെ നിർത്തിക്കോ സൈനബിനെ. ഒത്തക്കില്ല, നീ അള്ളാഹുവിനെ പേടിക്കണം. തുഖ്ഫീ ഫീ നഫ്സിക അല്ലാഹു മുബ്ദീഹി. ഈ ഒരു ഉപദേശം ഏതൊരു വ്യക്തി ഞാൻ തൊലാക്കല്ല എന്ന് പറയുമ്പോൾ ഒറ്റടിക്ക് തൊലാക്കല്ലിക്കോ എന്ന് പറയാൻ പാടില്ല. അവന് ഒത്തുപോകുമോ എന്ന് നോക്കണം. അങ്ങനെ ഒരു ഉപദേശം റസൂൽ നൽകിയത്. അള്ളാഹു തആല അതിനെപ്പറ്റി പറയാണ്. ഈ ഒരു മറുപടി സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, തുഖ്ഫീ ഫീ നഫ്സിക, നിങ്ങൾ സയ്യിദിനോട് അവിടെ തന്നെ പിടിച്ചു വെച്ചോ, തൊലാഖ് ചൊല്ലണ്ട നിങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് നബിയെ തുഖ്ഫീ ഫീ നഫ്സിക, ഓ നബിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അല്ലാഹു മുബ്ദീഹി, ആ ഒളിപ്പിച്ചു വെക്കുന്ന സംഗതി അല്ലാഹു തആല പ്രകടമാക്കാൻ പോവുക. അല്ലാഹു തആല പിന്നീട് പ്രകടമാക്കാൻ പോകുന്നൊരു വിഷയം നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകർ ആ ഒരു സൂക്തത്തെ സംബന്ധിച്ചാണ് അവർ കുപ്രചരണം നടത്തുന്നത്. എന്താണ് ഒളിപ്പിച്ചു വെച്ചത്? മുഹമ്മദ് നബിക്ക് സൈനബിനോട് പ്രേമമുണ്ടായിരുന്നു, സൈനബിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഇടയിൽ രഹസ്യബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവർ വ്യാജ കഥകളുണ്ടാക്കി. ഒരിക്കൽ അവരുണ്ടാക്കിയ വ്യാജ കഥയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സയ്യിദിൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള വിരി, ആ വിരി കാറ്റടിച്ചുകൊണ്ട് ആ വിരി നീങ്ങിപ്പോവുകയും സൈനബ് റളിയല്ലാഹു അൻഹ അതിൻ്റെ അകത്ത് അർദ്ധനഗ്നയായി ഇരിക്കുകയും ചെയ്തിരുന്നു. അന്നേരം സൈനബ് റളിയല്ലാഹു അൻഹയെ മുത്തുനബി കണ്ടു. അങ്ങനെ മുത്തുനബി സുബ്ഹാന ഖാലിഖിൻ നൂർ, എന്ത് പ്രകാശമുള്ള പെണ്ണ് എന്ന് മുത്തുനബി അത്ഭുതപ്പെട്ടു, ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ സയ്യിദ് വീട്ടിലില്ലായിരുന്നു. അന്നേരം സയ്യിദ് വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത്, ഇതില്ലാത്ത കഥയാണ്, വ്യാജ കഥയാണ്. തിരിച്ചു വന്ന സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ സയ്യിദ് റളിയല്ലാഹുവിനോട് സംഭവം പറഞ്ഞു. അന്നേരം സയ്യിദിന് വെറുപ്പ് തോന്നി, ഇനി എനിക്ക് വേണ്ട. അങ്ങനെ സയ്യിദ് വിട്ടുപിരിഞ്ഞു. ഇതാണ്. അപ്പോൾ അല്ലാഹു തആല നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ മറച്ചു വെക്കുന്നത് അള്ളാഹു പ്രകടാക്കാൻ പോവുക, അള്ളാഹ്ക്ക് അത് അറിയാം എന്ന് പറഞ്ഞതിന് വിമർശകർ അർത്ഥം വെക്കുന്നത് പ്രേമം എന്ന, അത് ശുദ്ധവ്യാജമാണ്. ഒരു സംഭവത്തിലും മുഹമ്മദ് നബി മറ്റൊരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുനാഫിഖീങ്ങളുള്ള നാടാണ് മദീന. ചുറ്റുഭാഗത്തും മുനാഫിഖീങ്ങളാണ്. മുത്തനബിയുടെ കൂടെ നിസ്കരിക്കാൻ വരുന്നവർ തന്നെ മുനാഫിഖീങ്ങൾ. ഇവർ അത് ആയുധമാക്കി എടുത്തു പറയും. മുഹമ്മദ് നബി സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് എടുത്തു പറയും. അവരാരും അത് എടുത്തു പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഈ വിമർശകർ വരുന്നത് വരെ ആരും ഇത് മുത്തുനബിക്കെതിരിൽ ഒരു സംഭവമായി, ഒരു ആയുധമായി പ്രയോഗിച്ചിട്ടില്ല. പിന്നെ എന്താണ് മുത്തുനബി മറച്ചു വെച്ചത്? മുത്തുനബി മറച്ചു വെച്ചതിനെ പറ്റി അള്ളാഹു പറഞ്ഞത് എന്താ? ഈ അബദ്ധന്മാർക്ക് അത് അറിയോ? അള്ളാഹു എന്താ മുത്തുനബി മറച്ചു വെച്ചതിനെ പറ്റി അള്ളാഹു പറഞ്ഞത്? അല്ലാഹു മുബ്ദീഹി, നിങ്ങൾ മറച്ചു വെച്ചത് എന്താണോ അള്ളാഹു തആല അത് പ്രകടമാക്കാൻ പോകുന്നു. അള്ളാഹ് പ്രകടമാക്കിയോ? ഖുർആനിൽ പറഞ്ഞു അള്ളാഹു തആല മുഹമ്മദ് നബി സൈനബിനെ പ്രേമിച്ചു എന്ന് പറയണല്ലോ നിങ്ങൾ പറഞ്ഞനുസരിച്ച്. പിന്നെ എന്താ നടന്നത്? ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. ഇതിന്റെ ശേഷം അള്ളാഹു പറഞ്ഞതാ. അങ്ങനെ സൈദ് സൈനബുമായി ബന്ധപ്പെടുകയും വിവാഹം കഴിഞ്ഞതിന് ശേഷം സൈനബുമായി ബന്ധപ്പെടുകയും അതിൻ്റെയൊക്കെ ശേഷം ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറ, സൈനബിലേക്ക് സൈദിന് ആവശ്യമില്ലാതിരിക്കുകയും ചെയ്ത സമയം സവ്വജ്നാക, നാം നിങ്ങൾക്ക് സൈനബിനെ ഭാര്യയാക്കി തന്നു, വിവാഹം ചെയ്തു തന്നു. അല്ലാതെ ഇനി സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടയിലും റസൂലുള്ളാഹിൻ്റെ ഇടയിലും ഇനി വേറൊരു നിക്കാഹ് നടന്നിട്ടില്ല. സൈനബ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇത് മുസ്ലിമിലുള്ള ഹദീസാ, സ്വഹീഹായ ഹദീസാ, പ്രബലമായ ഹദീസാണ്. സൈനബ് റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാർക്കിടയിൽ വെച്ച് പറയാറുണ്ട്, നിങ്ങളൊക്കെ വിവാഹം ചെയ്തെന്നത് നിങ്ങളെ ഫാമിലി അല്ലേ, കൂട്ടുകാരല്ലേ, എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് ആരാ? അള്ളാഹു ആണ്. റബ്ബുസ് സമാവാതി സബ്ഇ, 7 ആകാശങ്ങളുടെ റബ്ബാണ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത്. മിൻ ഫൗഖി 7 സമാവാത്ത്,
7 ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുത്തു. അള്ളാഹ് മേലെ നർത്തത്തിനല്ല, അവിടുന്ന് ആയത്തിറങ്ങി. ഈ ആയത്തേ ഉള്ളൂ റസൂലുള്ളാഹിന്റെ വിവാഹത്തിൽ. സൈനബിനെ വിവാഹം ചെയ്തതിൽ ഈ ഒരൊറ്റ ആയത്താണുള്ളത്. ഫലമ്മ ഖളാ സൈദും മിന്നാ വത്റൻ സവ്വജ്നാകഹ. ആ ആയത്തിനിറങ്ങി. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ആ ആയത്തിറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഭർത്താവാണ്, പഴയ ഭർത്താവ്, ത്വലാഖ് ചൊല്ലിയ ഭർത്താവ് സൈനബിനോട് ചെന്ന് പറഞ്ഞു, സൈനബിൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്. ആ ഇദ്ദ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, യാ സൈനബ്, സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ, പഴയ ബന്ധം പറ്റൂല എന്നല്ലേ ഉള്ളൂ, ശബ്ദം കേൾക്കാനൊക്കെ പറ്റും. അബ്ശിരി യാ സൈനബ്, സന്തോഷിക്ക സൈനബേ, നിന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാലോചന നടത്തുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത സയ്യിദാ കൊടുത്തത്. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പഴയ ഭർത്താവ് തന്നെയാണ് പിന്നീട് രണ്ടാമത്തെ വിവാഹത്തിന് ആലോചന നടത്തുന്നത്. അതിനെന്ത് മനസ്സിലാവും? സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും മുത്തനബി കെട്ടുന്നതിൽ, രണ്ടാമതായ മുത്തനബി വിവാഹം ചെയ്തതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മാത്രമല്ല സൈനബ് റളിയല്ലാഹു അൻഹയോട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയതിന് ശേഷം സൈനബിന് റളിയല്ലാഹു അൻഹയോട് പിന്നെ പ്രത്യേക സമ്മതം ചോദിക്കലൊന്നുമില്ല, നേരെ വീട് കൂടിയിട്ടാണുള്ളത്. അപ്പം അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. അപ്പോൾ അല്ലാഹു തആല നിങ്ങളുടെ മനസ്സിലുള്ളതിനെ അള്ളാഹു പ്രകടമാക്കും എന്ന് പറഞ്ഞു. അതെന്താ പ്രകടാക്കിയത്? നാം സവ്വജ്നാകഹ, നാം നിങ്ങൾക്ക് അവളെ വിവാഹം ചെയ്തു തന്നു എന്നല്ല പറയുന്നത്. അതല്ല പ്രകടാക്കിയത് എന്നല്ലാതെ അതിനുശേഷം ഖുർആനിൽ എവിടെങ്കിലും അള്ളാഹു തആല പ്രകടാക്കിക്കണോ? ഏത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ നിങ്ങൾ സൈനബിനെ പ്രേമിച്ചു? ഇല്ല, അത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അത് ദുഷിച്ച മനസ്സെന്നുണ്ടായൊരു ചിന്തയാണ്. അള്ളാഹ് പിന്നീട് പറഞ്ഞു, തഖ്ശന്നാസ്, നിങ്ങൾ ജനങ്ങളെ പേടിക്കുന്നു. എന്താ ജനങ്ങളെ പേടിച്ച്? അവിടെയും അവരുടെ ദുഷിച്ച മനസ്സെന്ന് പുതിയ മീനിങ് നൽകി വിമർശകര്. നിങ്ങൾ ജനങ്ങളെ പേടിക്കുന്നു. എന്ത് പേടിച്ചു? ജനങ്ങൾ മുഹമ്മദ് സൈനബിനെ പ്രേമിച്ചു എന്ന് അറിയുന്ന കാര്യം പേടിച്ചു എന്ന് അവരർത്ഥം വെച്ചത്. അതല്ല, ജനങ്ങളെ പേടിച്ചത് ജനങ്ങൾ പറയുമോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞ അള്ളാഹിന്റെ കൽപ്പന ഉണ്ട്, സയ്യിദിന്റെ ഭാര്യ സയ്യിദ് ത്വലാഖ് ചൊല്ലിയാൽ സൈനബി വിവാഹം ചെയ്യണം. പക്ഷെ ആ സൈനബിനെ അങ്ങോട്ട് വിവാഹം ചെയ്താൽ പെട്ടെന്ന് ജനങ്ങൾ പറയുമോ മുഹമ്മദ് നബി സ്വന്തം മകളെ വിവാഹം ചെയ്തു, സ്വന്തം മരുമകളെ വിവാഹം ചെയ്തു എന്ന് പറയുമോ എന്നുള്ള പേടി. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ മറുപടി പറയുമ്പോൾ അവിടെയും ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലേ? അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? അതിന് 2 മറുപടി ഉണ്ട്. ഇവിടെ പേടിച്ചു എന്നാണ് പറയുന്നത്. ഈ പേടി എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. ഈ ഫീലിംഗ് എന്ന് പറയുന്നത് വന്നു പോകുന്ന സംഭവമാണ്. പേടി, ലജ്ജ, പേടി എന്നൊക്കെ പറയുന്നത് ഓരോ ഫീലിങ്ങുകളാണ്. അത് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു പോകുന്നൊരു കാര്യമാണ്. ആ പേടിക്കൊരു അർത്ഥമുണ്ട്. അർത്ഥം എന്താ? മുനാഫിഖ്, ദീനിന് വേണ്ടി അല്ലാഹു തആലക്ക് വേണ്ടി തന്നെയാണ് പേടിക്കുന്നത്. ദീനുൽ ഇസ്ലാമിനെതിരിൽ മുനാഫിഖീങ്ങൾ, അവിശ്വാസികളും മുനാഫിഖീങ്ങളും ദീനുൽ ഇസ്ലാമിനെതിരിൽ ഈ നടക്കാൻ പോകുന്ന കാര്യം ഒരു ആയുധമായി പെട്ടെന്ന് ഉപയോഗിക്കുമോ എന്നുള്ള പേടി. അതാ റസൂലുള്ളാഹി പേടിച്ചത്. ജനങ്ങളെ പേടിച്ചു. അവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഖാലത്തൻ നാസി അന്നഹു തസവ്വജ സൗജത മുതബന്നാഹു, മുത്തുനബിയുടെ ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്തു, മരുമകളെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞ് ജനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അകലുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിലേക്ക് വരാത്ത ഒരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരാത്ത ഒരവസ്ഥ ഉണ്ടാകുമോ നിങ്ങൾ പേടിക്കേണ്ട. വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, നബിയെ, അള്ളാഹു നിങ്ങൾ ഏറ്റവും പേടിക്കാൻ അവകാശപ്പെട്ടവൻ അള്ളാഹുവാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, എന്ത്? സയ്യിദ് ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങളുടെ ഭാര്യയാണ് സൈനബ്, നിങ്ങൾ സൈനബിനെ ഏറ്റെടുക്കണം, കെട്ടണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല. ഈ അടുത്ത കാലം വരെ അതിൻ്റെ പേരിൽ അറബികൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അമേരിക്കക്കാരപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതുവരെ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അറബികൾക്ക് തിരിയാതെ പോയിട്ടുമില്ല. വല്ലാഹു അഹഖു അൻ തഖ്ശാ, അള്ളാഹുവിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. എന്ത് വിഷയത്തിൽ?
അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിവാഹം ചെയ്യണം. ആ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഒഴിവാക്കി വിവാഹം ചെയ്യാതെ നിങ്ങൾ ലജ്ജിച്ച് പേടിച്ചിരുന്നാൽ അത് അള്ളാഹിനെ പേടിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹു താലാക്ക് ഈ ഒരു വിവാഹം നടത്തലിലൂടെ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുക എന്ന കർമ്മം നടക്കലോടുകൂടെ അറബികളിൽ നിലനിന്നിരുന്ന ആ ദുരാചാരത്തെ നിർവീര്യമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടക്കണമെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണം. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ആ ദുരാചാരം നിർവീര്യമാക്കി. ആരും ആ വിഷയത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചിട്ടില്ല. ഖുറൈശികളാരും മദീനക്കാരോ മക്കക്കാരോ മുനാഫിഖീങ്ങളോ ജൂതന്മാരോ നസറാനിയാളോ ആരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിഷയമായി ആക്ഷേപിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, സൂറത്തുൽ അഹ്സാബിൽ ഈ പറയുന്ന കുറേ ആയത്തുകൾ, സൂക്തങ്ങൾ, ഇതിലൊന്നിലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല ആക്ഷേപിക്കുന്നില്ല, അപലപിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. അള്ളാഹു ആക്ഷേപിക്കുന്നു, അള്ളാഹു വിമർശിക്കുന്നു എന്ന് പറയുന്നത് അത് അബദ്ധമാണ്. പക്ഷേ ഈ ആയത്തുകളിൽ അതിൻ്റെ ബാഹ്യം കണ്ടാൽ അതിനെ വളച്ചൊടിക്കാൻ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവർക്ക് വളച്ചൊടിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടർത്ഥം വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന, കൂടെ ഉണ്ടായിരുന്ന സേവകനായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഇറങ്ങിയ ഖുർആനിക വചനങ്ങൾ ഏതെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെ അത് പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ ഈ ഒരു വചനം പൂഴ്ത്തി വെക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ പ്രത്യക്ഷം കണ്ടാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോകും. ഇത് മുത്തനബി ആക്ഷേപിക്കുകയാണ് തെറ്റിദ്ധരിച്ചു. ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അത് പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയും പറഞ്ഞു, ലൗ കാന മുഹമ്മദുൻ കതമ ഷൈഅൻ മിമ്മാ അൻസലല്ലാഹു തആല അലൈഹി ലകതമ ഹാദിഹിൽ ആയ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഇറങ്ങിയ ദിവ്യവചനങ്ങൾ ഏതെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിൽ ഈ ദിവ്യവചനത്തെ മറച്ചു വെക്കുമായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും പറഞ്ഞു. നമുക്കെന്താ അതിലുള്ള പാഠം? നമുക്കിതിലുള്ള പാഠം, വിശുദ്ധ ഖുർആൻ ദിവ്യമാണ്, ദൈവികമാണ്, അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു ഇറക്കിയ ഖുർആൻ മുഹമ്മദ് നബി നിർമ്മിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ മുഹമ്മദ് നബി സ്വയം മെനഞ്ഞുണ്ടാക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനെങ്കിൽ മുഹമ്മദ് നബിക്ക് തന്നെ ഭീഷണിയാവുന്ന, മുഹമ്മദ് നബിക്ക് തന്നെ എതിരായി പ്രത്യക്ഷം തോന്നുന്ന വചനങ്ങൾ എങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ വരും? അപ്പം അതാണ് ആയിഷ ബീവിയെ സൂചിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് വിശുദ്ധ ഖുർആൻ ദിവ്യമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ തന്നെ രേഖകളുണ്ട്. അപ്പം അങ്ങനെ പല ഹിക്മത്തുകൾ, യുക്തികൾ അല്ലാഹു തആലാക്ക് ഒരു സംഭവം ഉണ്ടാക്കുന്നതിൽ, അത് സംബന്ധമായ ആയത്തുകൾ ഇറക്കുന്നതിൽ അല്ലാഹു തആലാക്ക് പല യുക്തികളുമുണ്ട്. ചുരുക്കത്തിൽ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നാം ആ ഭാഗം ചെറിയ രൂപത്തിൽ അർത്ഥം വെക്കാൻ പോവുകയാണ്. ഫസൈനബു ബിന്തു ജഹ്ഷിനിൽ ബഹിയത്തുൽ ഹസാൻ, വിശുദ്ധയായ സുമുഖിയായ സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഭാര്യയായി വരുന്നത്. തല്ലഖഹാ മുതബന്നാഹു, സൈനബ് റളിയല്ലാഹു അൻഹയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചൊല്ലി. വഹുവ ബിഹാബാൻ, ത്വലാഖ് ചൊല്ലുന്നത് സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയ ശേഷമാണ്, ബന്ധപ്പെട്ട ശേഷമാണ്. കാരണം വീട് കൂടി ബന്ധപ്പെട്ട ശേഷം ആ ഭാര്യയെ കെട്ടുന്നതാണ് ഏറ്റവും വലിയ തെറ്റായി അവർ കണ്ടിരുന്നത്, അറബികൾ കണ്ടിരുന്നത്. കമാ ഖാല തആല, ആ വിഷയം സൂചിപ്പിച്ച് അള്ളാഹു പറഞ്ഞു, ഫലമ്മാ ഖളാ സയ്യിദും മിൻഹാ വതറ, സയ്യിദ് റളിയല്ലാഹു അൻഹു സൈനബിൽ നിന്ന് തൻ്റെ ആവശ്യം പൂർത്തീകരിച്ചപ്പോൾ, ആവശ്യം പൂർത്തീകരിച്ചു എന്നുള്ള വചനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സൈനബുമായി സയ്യിദ് റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ടു എന്നാണ്. അതിന് ശേഷം സവ്വജനാകഹ, നാം അവരെ, നബിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു.
സൈനബിനെ. എന്തിനാണത്? അള്ളന്നെ പറയുന്നുണ്ട് ഇവിടെ. സൈനബിനെ വിവാഹം ചെയ്ത് എന്നത് നിങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ആ പ്രേമത്തിന്റെ സാക്ഷാത്കാരമാണ് എന്നല്ല അള്ള പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം വിമർശകർ പറയുന്നതനുസരിച്ച് അള്ള പറയേണ്ടത്. അള്ള പറഞ്ഞത് നാം പറഞ്ഞത് അലി കൈലായൂന അലൽ മുഅ്മിനീന ഹറജ്, വിശ്വാസികൾക്ക് ഒരിക്കലും ഒരു മനപ്രയാസം ഉണ്ടാവരുത് ഫി അസ്വാജി അദിയാഇഹിം, അവരുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നതിൽ വിശ്വാസികൾക്ക് ഒരു മനപ്രയാസം ഉണ്ടാകരുത്. അല്ല പറയാം, അള്ളാഹു തന്റെ സ്രഷ്ടാവെന്നെ പറയുന്നത് അങ്ങനെയാണ്. ഇതാ കളവ് മിന്നുന്ന വത്തറ, ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരെ തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട് തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നതിൽ മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് ഒരു മനപ്രയാസമില്ലാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവർ വലിയ ദുർവൃത്തിയായി കണ്ടിരുന്ന ആ കാര്യം അത് സൽവൃത്തിയാണ് എന്ന് കാണിച്ചു കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായത്. ഫസവ്വജഹു ഇയ്യാഹർ റഹ്മാൻ, അങ്ങനെ മുത്തുനബിക്ക് സൈനബ് റളിയല്ലാഹു അൻഹയെ റഹ്മാനായ അല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുത്തു. തശ്രീഅൻ ലിനികാഹിൽ മുതല്ലഖത്തിൽ മുതവന്ന, സ്വന്തം ദത്തുപുത്രൻ ത്വലാഖ് ചൊല്ലിയ ഭാര്യയെ നിക്കാഹ് ചെയ്യുന്നതിനെ മതവിധിയായി കൊണ്ടുവരാൻ വേണ്ടി, മതത്തിൻ്റെ സാധൂകരണം കൊണ്ടുവരാൻ വേണ്ടി വഖദ് ഹറമഹു അഹ്ലുൽ ജാഹിലിയ്യത്തി സുമ്മാൻ, അജ്ഞരായ ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾ അതിനെ വലിയ നിഷിദ്ധമായ കാര്യമായി കണ്ടിരുന്നു. വകാന തആല അലമഹു, അല്ലാഹു തആലയാണെങ്കിൽ മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നഹാ സൗജുഹു, സൈനബ് റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ഭാര്യയാണെന്ന്. ഇദാ ഫാറഖഹ സൈദുൻ, സൈദ് എപ്പോഴാണോ സൈനബ് റളിയല്ലാഹു അൻഹയെ വിട്ടുപിരിയുന്നത് അന്നേരം മുത്തുനബിയുടെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് അറിയിച്ചു കൊടുത്തിരുന്നു. ഫഅഖ്ഫാഹു, പക്ഷേ അത് ആ ഒരു രഹസ്യം പെട്ടെന്ന് വെളിവാക്കിയില്ല, അത് മുത്തുനബി മറച്ചു വെച്ചു. അതാ മറച്ചു വെച്ച്. കമാ ജാഅ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ അതും വന്നിട്ടുണ്ട്. വഇദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി, ഓ നബിയെ നിങ്ങൾ പറഞ്ഞു, ലില്ലദീ അൻഅമല്ലാഹു അലൈഹി, അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്ത സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട്. എന്താ അല്ലാഹു സയ്യിദ് റളിയല്ലാഹു അൻഹു അനുഗ്രഹം ചെയ്തു കൊടുത്ത്? ഒരനുഗ്രഹമുണ്ട്, ഒരനുഗ്രഹം ബിൽ ഈമാൻ, മുഅ്മിനായി എന്നുള്ള അനുഗ്രഹം തന്നെ. മറ്റൊരു അനുഗ്രഹം മുത്തുനബിന്റെ വീട്ടിൽ ജീവിക്കാനും മുത്തുനബിന്റെ ദത്തുപുത്രനാകാൻ കഴിഞ്ഞു എന്നുള്ളത് വേറെ അനുഗ്രഹമാണ്. ആദ്യത്തെ അനുഗ്രഹം മുഅ്മിനായി എന്നുള്ളത്. ആ സയ്യിദിനോട് നിങ്ങൾ പറഞ്ഞു, വഹുവ, ആ ആള് സയ്യിദ് ഇബ്നു ഹാരിസത്ത് എന്ന് പറഞ്ഞ ആളാണ്. കാന മിനൽ ഇബ്ദാൻ, അദ്ദേഹം അടിമകളിൽപ്പെട്ട ആളായിരുന്നു. എവിടുന്നാണ് കിട്ടിയത് സയ്യിദ് ഇബ്നു ഹാരിസത്തിനെ? വഹബത്തുഹു ഖദീജത്തു, ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബിക്ക് സയ്യിദിനെ ഹദിയയായി നൽകി, പാരിതോഷികമായി നൽകി. ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് സയ്യിദ് എന്ന് പറയുന്ന അടിമയെ മുത്തുനബിക്ക് പാരിതോഷികമായി നൽകി. ഇത് തസവ്വജഹ, ഖദീജ ബീവിയെ മുത്തുനബി വിവാഹം ചെയ്യുമ്പോൾ അതാണ് പിന്നെ സ്ത്രീധനം എന്ന് പറയുന്നത്. സ്ത്രീധനം ഹറാമെന്നല്ല ചിലർ പറയുന്നത് പോലെ. സ്ത്രീധനം തെറ്റല്ല ഒരിക്കലും. മുത്തുനബി സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സൈനബിനെ വിവാഹം ചെയ്യുമ്പോൾ എത്ര സ്ത്രീധനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന് കൊടുത്തത്? സൈനബ് റളിയല്ലാഹു അൻഹയെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുക്കുന്നത് ആ ഫാമിലിയിലെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്നേരം മുത്തുനബി 10 ദീനാർ കൊടുത്തു, 20 ദിർഹം കൊടുത്തു, പുതപ്പ് കൊടുത്തു, ധാരാളം ധാന്യങ്ങൾ കൊടുത്തു, അതുപോലെ ധാരാളം കാരക്ക് കൊടുത്തു. ഇതാണ് അന്നത്തെ കാലത്ത് കൊടുക്കാനുള്ളത്. അതാണ് അങ്ങനെ കുറേ സ്ത്രീധനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് സ്ത്രീധനായി കൊടുത്തിട്ടുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹം ആകുന്ന സമയത്ത്. അതുപോലെ സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് വിട്ടപ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു സ്ത്രീധനം തെറ്റാണ് എന്ന്? സ്ത്രീധനം അമിതമായി സ്ത്രീധനം പറഞ്ഞു വാങ്ങുന്നതും അത് വഴി സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കുന്നതും അതൊക്കെ തെറ്റാണ്. അത് നല്ല കാര്യമല്ല. അതേസമയത്ത് സ്ത്രീധനം അവർ തൃപ്തിപ്പെട്ട് തരുന്നത് അത് വാങ്ങാൻ പാടില്ല എന്നില്ല. പണ്ടേ വാങ്ങുന്നതാണ്, പണ്ടേ നടപ്പുള്ളതുമാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് വരെ നടപ്പുള്ളതാണ്. മുമ്പുള്ള മുസ്ലിം ലോകത്തൊക്കെ നടന്നതുമാണ്. ഇപ്പോൾ പുതിയ ഒരു
അമിത ഇഖ്ലാസ്, അമിതമായ ഒരു സദാചാരം ആരും കൊണ്ടുവരേണ്ടിയില്ല. വഹബത്തുഹു ഖദീജത്തു, നമ്മളെ മകളെ അങ്ങോട്ട് കൊടുത്തയക്കുമ്പോൾ ആ മോളോടുള്ള ഒരു ബന്ധം, സ്നേഹവും ബന്ധവും ബാഹ്യത്തിൽ ഒന്ന് ഉറപ്പിക്കാനുള്ളൊരു വഴിയും കൂടെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. എല്ലാ ഉപ്പയും മോൾക്ക് കൊടുക്കുന്നതാണ്. മോള് പോവുകയാണല്ലോ, മോള് വീട്ടിൽ നിന്ന് പോവുകയല്ലേ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ കൊടുത്തയക്കുന്ന ഒരു സമ്മാനാണത്. ഇത് തസവ്വജഹ വസൈദുൻ മിനസ് സുബിയാൻ, സയ്യിദ് കുട്ടിയാണ്. അന്നേരം സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിക്ക് ഖദീജ റളിയല്ലാഹു അൻഹ സ്ത്രീധനായി നൽകിയതാ. പക്ഷേ മുത്തുനബിൻ്റെ കൈ കിട്ടിയതിനു ശേഷം മുത്തുനബി മോചിതനാക്കി, സയ്യിദിനെ മോചിതനാക്കി. വഅൻഅംത അലൈഹി, ഉഖാദ് അങ്ങാടിയിൽ നിന്ന് മുത്തുനബി വാങ്ങിക്കൊടുന്നതാണ് എന്ന് ഒരഭിപ്രായം ഉണ്ട്. വാങ്ങിക്കൊടുന്നിട്ട് മോചിപ്പിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. വഅൻഅംത അലൈഹി, നബിയെ നിങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് നിഅമത്ത് നൽകി, അനുഗ്രഹം നൽകി. ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത്, അതായത് ഖദീജ ബീവിയുള്ള കാലത്ത്, ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഖദീജ ബീവിൻ്റെ ആദ്യകാലത്ത്, അവസാനത്തെ കാലത്താണ് ഇസ്ലാം വരുന്നത്. അപ്പോൾ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഖദീജ ബീവിയുമായി വിവാഹം ചെയ്യുന്നത് മുത്തുനബിക്ക് 25 വയസ്സ് പ്രായമാകുമ്പോൾ അന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ ബിൽ ഇഅ്താഖ്, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അടിമത്വം മോചിപ്പിച്ചു. വതബന്നി, അതുപോലെ ദത്തുപുത്രനാക്കി, അതും നിഅമത്താണ്. വഹുവ ഇബ്നു സമാൻ, അന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് 8 വയസ്സ് പ്രായമാണ്. അംസിക് അലൈക, ആ സയ്യിദിനോട് നിങ്ങൾ പറഞ്ഞില്ലേ, അംസിക് അലൈക സൗജക്ക, ഓ സയ്യിദ് നീ നിന്റെ ഭാര്യയെ അവിടെ തന്നെ പിടിച്ചു വെച്ചോ, ഒരിക്കലും തൊലാക്കല്ലണ്ട, ഒത്തക്കില്ല, അള്ളാഹനെ സൂക്ഷിക്കണേ. വെറുതെ തൊലാക്കെല്ലാൻ പാടില്ല, ചെറിയ വിഷയത്തിലൊന്നും തൊലാക്കെല്ലാൻ പാടില്ല. അത് പലപ്പോഴും ആ തൊലാക്ക് ചെല്ലപ്പെട്ട സഹോദരിക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ചെറിയ വിഷയത്തിന് തൊലാക്ക് ചെല്ലാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മുത്തുനബിൻ്റെ ഉപദേശത്തിൻ്റെ അർത്ഥം അതാണ്. പെട്ടെന്ന് എടുത്ത് ചാടിയില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും തൊലാക്കിലേക്ക് എത്തട്ടെ, തൊലാക്കിലേക്ക് എത്തിയിട്ട് മതിയല്ലോ. ആദ്യ തവണ അവിടെ പിടിച്ച് വെച്ചോ, ഇപ്പോൾ പെട്ടെന്ന് തൊലാക്കല്ലണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല എന്ന് ഉള്ള അവസ്ഥയ്ക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹു എത്തിയപ്പോഴാണ് തൊലാക്കല്ലുന്നത്. തുഖ്ഫീ ഫീ നഫ്സിക, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മറച്ചു വെക്കുന്നുണ്ട്. അല്ലാഹു മുബ്ദീഹി, അല്ലാഹു തആല വ്യക്തമാക്കാൻ പോകുന്നൊരു കാര്യം. മിൻ കൗനിഹാ സൗജക, എന്താണ് ആ കാര്യം? അത് മറ്റുള്ള വിമർശകർ പറഞ്ഞതല്ല, മൗലൂദ് ഹുസൈനി പറയുന്നത്. മിൻ കൗനിഹാ സൗജക, സൈനബ് റളിയല്ലാഹു അൻഹ അങ്ങയുടെ ഭാര്യയാണെന്ന്. ഇദാ സയ്യിദും മിന്നാ ബാൻ, സയ്യിദ് സൈനബുമായി പൂർണ്ണമായി തൊലാക്ക് ചൊല്ലി പിരിഞ്ഞാൽ പിന്നെ സൈനബ് നിങ്ങളുടെ ഭാര്യയാണെന്ന് അല്ലാഹു തആല അറിയിച്ചു തന്നിരുന്നു. അതാണ് മറച്ചു വെച്ചത്, അതാണ് അല്ലാഹു തആല പ്രകടമാക്കിയതും. വതഖ്ശന്നാസ, നിങ്ങൾ ജനങ്ങളെ പേടിക്കുന്നു. അയ്യഖൂലു, അവർ പറയുന്നത് നിങ്ങൾക്ക് പേടിയാണ്. എന്ത് പറയുന്നത്? മുഹമ്മദ് നബി സൈനബിനെ പ്രേമിച്ചു എന്ന് പറയുന്നതല്ല, അതാരും പറഞ്ഞിട്ടില്ല. അയ്യഖൂലു, ജനങ്ങൾ പറയുമോ എന്നാ നിങ്ങൾ പേടിച്ചത്. തസവ്വജ്ത സൗജ ബിനിക, സ്വന്തം മകൻ്റെ ഭാര്യയെ, മരുമകളെ വിവാഹം ചെയ്തുലേ എന്ന് പറയുമോ എന്നുള്ള പേടി. മരുമകളെ കെട്ടിയോ എന്ന് ചോദിക്കുമോ എന്നുള്ള പേടി. ഫയഹ്ലിക ളുഅഫാഉ, എന്തിനാ പേടിക്കണത്? അങ്ങനെ പേടിക്കാൻ കാരണം ഫയഹ്ലിക ളുഅഫാഉ, ബലഹീനരായ മനുഷ്യന്മാരുണ്ടാവും, മനസ്സിന് ഉറപ്പില്ലാത്ത ആളുകൾ, അവർ നശിച്ചു പോവും. ബിഹാദൽ ഇഫ്താൻ, ഈ ഒരു ഫിത്ന കൊണ്ട് അവരകപ്പെട്ടു പോവും. അവർ ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിൽ വലിയ ഉറച്ച വിശ്വാസമില്ലാത്ത ആളുകൾ ഇസ്ലാം രാജിവെക്കാനും പുതിയ ആളുകൾ കടന്നു വരാതിരിക്കാനും കാരണമാകുമോ എന്നാണ് റസൂലുള്ളാഹി പേടിച്ചത്. അള്ളാഹു ഉറപ്പെടുത്തു, നിങ്ങളങ്ങനെ പേടിക്കണ്ട. പേടിണ്ടാവൽ ഒരു പ്രബോധകൻ്റെ സ്വാഭാവികമായ അവസ്ഥയാണ്. ഒരു പ്രബോധകൻ അങ്ങനെയൊക്കെ 4 ഭാഗത്തും കണ്ണുണ്ടാവും. ദീനീ പ്രബോധനം നടത്തുന്ന മനുഷ്യൻ പെട്ടെന്ന് എടുത്തു ചാടൂല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിയമിതനായിട്ടുള്ളത് ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ്. എൻ്റെ ഈ ക്ഷണത്തിന് ക്ഷതം സംഭവിക്കുമോ എന്ന് മുത്തുനബി ആലോചിച്ചു. അപ്പോൾ അള്ളാഹു ഉറപ്പെടുത്തു, നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട, അക്കാര്യം ഞാൻ ഏറ്റു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂല. അല്ലാഹു അഹഖു അൻ തഖ്ശാഉ,
അള്ളാഹു ആണ് നിങ്ങൾ ഏറ്റവും പേടിക്കാൻ അവകാശപ്പെട്ടവൻ. അതിൻ്റെ അർത്ഥം എന്താ? മൗലൂദ് ഹുസൈനി പറയുന്നത് ഐ ലാ തഖ്ശവും എന്നാ പറഞ്ഞതിനർത്ഥം. ജനങ്ങൾ നിങ്ങൾ പേടിക്കണ്ട എന്നാ പറഞ്ഞതിനർത്ഥം. നിങ്ങൾ അള്ളാഹിനെ പേടിക്കുന്നില്ല എന്നല്ല. അങ്ങനെയാണ് ഈ വ്യാജന്മാർ അർത്ഥം വെക്കുന്നത്. അള്ളാഹുവിനെയാണ് നിങ്ങൾ ഏറ്റവും പേടിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് അവരർത്ഥം കൊടുത്തത് മുഹമ്മദ് നബി അള്ളാഹിനോടുള്ള പേടിയേക്കാൾ മുഹമ്മദ് നബിക്ക് ജനങ്ങളെയാണ് പേടി. അതല്ല, ജനങ്ങളെ നിങ്ങൾ പേടിക്കുകയേ വേണ്ട എന്നാ പറഞ്ഞതിനർത്ഥം. നിങ്ങൾ അള്ളാഹുവിനേക്കാൾ ജനങ്ങളെ പേടിച്ചു എന്നല്ല, ജനങ്ങളെ പേടിക്കുന്ന വിഷയത്തിലും വാസ്തവത്തിൽ അള്ളാഹിനെ തന്നെയാണ് പേടിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിന് നഷ്ടം ഉണ്ടാകുമോ, പ്രബോധനത്തിന് വലിയ ഒരു വിലക്കായി മാറുമോ എന്നാണ് മുത്തുനബി പേടിക്കുന്നത്. അള്ളാഹു അഹ്ഖുൻ തഖ്ശാവു, അള്ളാഹുവാണ് നിങ്ങൾ ഏറ്റവും പേടിക്കാൻ അവകാശപ്പെട്ടവൻ, ജനങ്ങളെ പേടിക്കേണ്ട. ഐ ലാ തഖ്ശവും, നിങ്ങൾ ജനങ്ങളെ പേടിക്കേണ്ടതില്ല. വംളി ഇലാ മാ ഉമിർത, നിങ്ങൾ കൽപ്പിതനായ വിഷയത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ. മിൻ തസവ്വുജിഹാ ബിഇലാൻ, പരസ്യമായി സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു എന്നുള്ള പ്രഖ്യാപനം, അതിലേക്ക് പോവുക, യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. ഇതാണ് ആയത്തിൻ്റെ ഈ ദിവ്യവചനങ്ങളുടെ സാരം. അതുകൊണ്ട് എന്ത് മനസ്സിലായി? ഫലൈസ ഫിൽ ആയത്തി അലൈഹി ഉത്ബാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂക്തങ്ങളിൽ ദിവ്യവചനങ്ങളിൽ ഒരിക്കലും ആക്ഷേപമില്ല. മുത്തുനബിയെ അപലപിക്കുന്ന ആയത്തുകളേ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.